ഉള്ളത് പറയല്ല, ഇന്ത്യൻ നാഷണൽ വനിതാ ഫുട്ബോൾ ടീം ഇന്ത്യൻ മെൻസ് ഫുട്ബോൾ ടീമിനെ പോലെ വകയ്ക്കുള്ളാത്തവരല്ല. അവർ കഷ്ടപ്പെട്ട് പൊരുതി നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി നമുക്ക് അഭിമാനിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരുന്നവർ തന്നെയാണ് വനിതാ ഫുട്ബോൾ താരങ്ങൾ. പലരും ഒരുപാട് അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. പക്ഷെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന വളരെ വലുതാണ്. AFC ഏഷ്യൻ കപ്പിന് അവർ യോഗ്യത നേടിയത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം AFC വുമൻസ് ഏഷ്യ കപ്പിന് വേണ്ടിയിട്ട് യോഗ്യത നേടിയ അവർ ഇന്ന് നടന്ന ഡ്രോയിൽ തങ്ങളുടെ പ്ലേസും കാര്യങ്ങളൊക്കെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് സിയിലാണ് AFC വുമൻസ് ഏഷ്യൻ കപ്പ് 2026 ഇന്ത്യ പ്ലേസ് ചെയ്യപ്പെട്ടത്. ഇന്ത്യയോടൊപ്പം വളരെ കരുത്തന്മാരായിട്ടുള്ള ജപ്പാൻ ആ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളി ആയേക്കും. അതുകൂടാതെ, അതായത് ഇന്ത്യയും ജപ്പാനെയും കൂടാതെ ആ ടീമിൽ വരുന്ന മറ്റു 2 ടീമുകൾ വിയറ്റ്നാമും ചൈനീസ് തായ്പേയുമാണ്. മെൻസ് ഫുട്ബോൾ ടീം ഈ ടീമുകളോടൊക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ തോറ്റ് ഭണ്ഡാരം അടങ്ങും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ നമ്മുടെ വനിതകൾ തായ്ലൻഡിനെ പോലെ മേഖലയിലെ കരുത്തന്മാരെ വിറപ്പിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ സെറ്റായി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ജപ്പാനെതിരെയൊക്കെ നമുക്കൊരു വിജയം നേടാൻ കഴിഞ്ഞാൽ വനിതാ ഫുട്ബോൾ ടീമിന്റെ ലെവൽ തന്നെ മാറും. വനിതാ ഫുട്ബോൾ ടീം വളരെ മികച്ച പ്രകടനം തന്നെ നടത്തുന്നുണ്ട്. കാരണം നിരവധി വനിതാ ഫുട്ബോൾ താരങ്ങൾ യൂറോപ്പിലൊക്കെ പോയി കളിക്കുന്നുണ്ട്. നമ്മുടെ ഗോകുലം കേരളയിലൊക്കെ കളിച്ചിട്ടുള്ള മനീഷ, പിന്നീട് അദിതി ചൗഹാൻ, അങ്ങനെ കുറേ ആളുകൾ വിദേശ ക്ലബ്ബുകളിൽ പോയി കളിക്കുന്നത് കൊണ്ട് തന്നെ നല്ല എക്സ്പോഷർ ഉള്ള താരങ്ങൾ തന്നെയാണ് ഇവർ. ഏതായാലും വനിതാ ഫുട്ബോൾ താരങ്ങൾ നമുക്ക് അഭിമാനിക്കാനുള്ള വക നൽകും. ഗ്രൂപ്പ് സിയിൽ എതിരാളികൾ ചൈനീസ് തായ്പേയ്, ജപ്പാൻ, പിന്നീട് വിയറ്റ്നാം എന്നിവരാണ്.